500 മീറ്റർ വെള്ളമുണ്ടെങ്കിൽ 1000 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുള്ള പക്ഷി. വളരെ ക്യൂട്ടായ സിലിക്കൺ കോഴികൾ. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഭംഗി കുറഞ്ഞ പൂച്ച. 20 മണിക്കൂറോളം ഉറങ്ങുന്ന മടിയനായ അണ്ണാൻ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പൂച്ചകൾ. ഇങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ ഇന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അത് വേണ്ട അതില്ലേ അവിടെ പോയിക്കോ. ഹലോ കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വളരെ ക്യൂട്ടായ എക്സോട്ടിക് അനിമൽസ്, ബേർഡ്സ്, അതായത് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ക്യൂട്ടായ അനിമൽസിനെയും അതുപോലെ തന്നെ പക്ഷികളെയുമാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ലത് നേരിട്ട് കാണുന്നത് തന്നെയാണ്. ഫാം വില്ല എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ ചാവക്കാടാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് മെറൈൻ വേൾഡ് അക്വാറിയം ഒക്കെ പോയിട്ടുണ്ട്. അതിന് തൊട്ടരികെ തന്നെയാണ് ഈ ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് വില എന്ന് പറയുന്നത് 100 രൂപയാണ് ഒരാൾക്ക്. ശരിക്കും വെറുത്ത് തന്നെയാണ്. കാരണം നമുക്ക് ഇവിടുത്തെ ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഗൈഡും കൂടെ ഉണ്ടാവും. കൂടെ നിർത്തി ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നമുക്ക് ഇവിടെ സാധിക്കും. ഇനി ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ടുള്ള ആ ഒരു ഊർജം ലഭിക്കൂ. അങ്ങനെ നമ്മൾ ഈ ഫാം വില്ലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒട്ടകത്തെയാണ്. ഞാൻ ഒട്ടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനാണ്. അതിന്റെ പ്രത്യേകതകളൊക്കെയും നിങ്ങൾ അവിടെ പോയി തന്നെ മനസ്സിലാക്കാം. ഈ ഒട്ടകത്തെ തൊടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ചിപ്പൂസൊക്കെയും, പക്ഷെ പേടിക്കൊണ്ട് പിന്മാറുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത്, അതായത് ഒട്ടകത്തിന് നേരെ എതിർഭാഗത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു കുളമുണ്ട്. ആ കുറഞ്ഞ വെള്ളത്തിൽ 2 അരയണം അല്ലെങ്കിൽ ബ്ലാക്ക് സ്വാൻ ഇവിടെ നീന്തി കളിക്കുന്നതായിട്ട് കാണാം. ഇവർ ചില്ലറക്കാരല്ല. കാരണം 500 മീറ്റർ വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. ഈ 500 മീറ്റർ വെള്ളമുണ്ടെങ്കിൽ ഇവ അവിടെ നിന്ന് പറക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ പറക്കല് ചെറിയ പറക്കലല്ല. ഒറ്റയടിക്ക് 1000 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് പറക്കാനുള്ള ശേഷിയുണ്ട് ഈ ബ്ലാക്ക് സ്വാന്. ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിലേക്കൊക്കെ ചേക്കേറി പോകുന്ന ഒരിനം പക്ഷിയാണ് ഇവ. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ അറിയാം, ഈ നമ്മള് പ്ലെയിനും ഒക്കെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യില്ല, അതുപോലെയാണ്. ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ടെങ്കിൽ ഇവറ്റങ്ങൾ പറന്നു പോകും. ഇവിടെ കുറഞ്ഞ വെള്ളമായോണ്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങും പറക്കാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ കേൾക്കാത്ത കുറെ കാര്യങ്ങളാണ് വിചിത്രമായി തോന്നിയേക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങള് കഴുതനെയാണ് കാണുന്നത്. കഴുതക്കുട്ടൻ പാവമാണ്. നമ്മുടെ ചിപ്പൂസിനെ കഴുത ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തു. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുതിരക്കുട്ടനുണ്ട്. വെറും കുതിരയല്ല, മിനിയേച്ചർ ഹോഴ്സ്. ഈ കുതിര കുറച്ച് കുറുമ്പുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അധികം ഇതിനെ മുട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ അവർ പറഞ്ഞു. നമുക്ക് ഈ ഗൈഡ് കൃത്യമായി പറഞ്ഞു തരും. അതായത് നമുക്ക് എന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം വയലന്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവർ ഗൈഡ് ചെയ്യും. അപ്പൊ അതുപോലെ ഫോളോ ചെയ്ത് നമുക്ക് എല്ലാതും കണ്ട് തൊട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ മുന്നിൽ കാണുന്നത് ഒരു ഇനം പശു അല്ലെങ്കിൽ കാള. അതായത് നമ്മൾ ഈ അമ്പലത്തേക്ക് പാലൊക്കും കൊണ്ടുപോകുമല്ലോ, അങ്ങനത്തെ വർഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് ഈ കാണുന്നത്. ഇവിടെയും ചിപ്പൂസ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ആദ്യം പേടിച്ചെങ്കിലും പിന്നീട് പപ്പയും മമ്മിയും
ഇതിന് തലോടുന്നത് കണ്ട് ചിപ്പൂസിനും അവിടെ നിന്ന് ഒരു ധൈര്യം വന്ന് പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്സായി. ഇങ്ങനെ നമ്മൾ ഓരോ ജീവജാലങ്ങളായിട്ട് ഇടപഴകിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്ന നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യും. ഫാമിലി മാത്രമല്ല, ഫ്രണ്ട്സായിട്ട് ആരായിട്ട് നിങ്ങൾക്ക് വരാം. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് ഒട്ടകത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി അറിഞ്ഞത്. കാരണം ഇവിടെ ആദ്യം കണ്ട ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തുപ്പാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുന്നിൽ നമ്മൾ അധികം ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് അതിനെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് തുപ്പും മുഖത്തേക്ക്. അത് ആരായാലും ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് റിയാക്ട് ചെയ്യും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒട്ടകത്തിനെയും കേസ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ സ്ഥലമെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്, അതായത് നല്ല ഭംഗിയാണ് കാണാൻ. റെസ്റ്റോറൻറ്റ് സൗകര്യം, ടോയ്ലറ്റ് സൗകര്യം, എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചെറിയ കടയിൽ തന്നെ നിങ്ങൾക്ക് ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, ഇങ്ങനത്തെ ഐറ്റംസ് പലതും നിങ്ങൾക്ക് കിട്ടും. ഈ കാണുന്നത് എമു ആണ്. എമുവിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഞാൻ മുമ്പ് ഇതുപോലെ തൃശ്ശൂര് നമ്മൾ സൂ കാണിച്ചിരുന്നു, അതായത് പഴയ സൂ. ഇനി പുതിയ സുവോളജിക്കൽ പാർക്ക് വരാൻ പോവാണ്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ അത് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ നമ്മൾ ആ വീഡിയോയിൽ എമുവിനെ കാണിച്ചെങ്കിലും ഇവിടെ ഇത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഇവരെ കുളിപ്പിക്കാനായിട്ട് ആ ചേച്ചി നോക്കുമ്പോൾ ഓടി പോണതും കുട്ടി കുട്ടി കുറുമ്പുകൾ കാണിക്കുന്നതാണ് ഞങ്ങള് ഇതില് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. പിന്നെ ഓടിപ്പോയതിനു ശേഷം അവിടെ ഒന്ന് ഇരുന്ന് കൊടുക്കുന്നതും, അതായത് ഇരുന്ന് കുളിപ്പിക്കുക, അത് തന്നെ നിന്ന് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തോന്നി. അതിന്റെ തൊട്ടരികെ നമ്മുടെ ആട് എന്നൊക്കെ പറയില്ലേ, ആട്. സാധാരണ ആടല്ല, നമ്മൾ കാണാത്ത തരം ആടാണ്. അമേരിക്കയിൽ നിന്നും നെതർലാൻഡ്, ഓസ്ട്രേലിയ എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവരുടെയൊക്കെ കൂടെ നമുക്ക് കാക്കകളെയും കാണാം. അത് പുറമത്തെ അല്ല, നമ്മുടെ നാടൻ കാക്കയാണ്. കാരണം ഈ പശു, ആടുകളൊക്കെ ഉള്ള സ്ഥലത്ത് കാക്കകളുടെ പ്രസൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ കാക്കയും പല സ്ഥലത്തും ഞങ്ങൾ കണ്ടു. ഇത് ഗൂസാണ്, ജർമ്മനിയിൽ നിന്ന് വന്ന ഗൂസ്. ചിപ്പസൊക്കെ അടുത്തേക്ക് വിളിക്കാൻ ശ്രമിക്കും, പക്ഷെ ഒന്നും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തില്ല. മറിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരു ചൈനക്കാരിയെ നമുക്ക് കിട്ടി. ഇതാണ് ആ ചൈനക്കാരി. നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ചിപ്പൂസ് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് ആടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മള് താറാവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഭാഗം ഗൂസ് എന്ന് പറയും. പലതരം ഗൂസ് ഇവിടെയുണ്ട്. അപ്പോൾ ഓരോന്നിനും ഞാൻ പേരുകളൊക്കെ ഇതിൽ ഇടയിൽ നിന്ന് കാണിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ പലതരം നമുക്ക് ഇവിടുന്ന് കാണാം. ഞാൻ ഓരോന്നിന്റെ പേര് എടുത്തു പറയണില്ല. ഇത് തൊപ്പി വെച്ച ടൈപ്പാണ്. ഇത് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നി. ഇതിന് തൊട്ട് മുമ്പ് കണ്ടത് നമ്മൾ സാധാരണ നമ്മൾ മ്യൂസിയത്തിലേക്ക് കാണുന്ന തരം ഒരു ഗൂസായിരുന്നു. ഈസ്റ്റ് ഇൻഡീസ് നിന്ന് വന്നതാണ് ഈ തൊപ്പി വെച്ചത്. ഇത് താറാവാണ്, നെതർലാൻഡിൽ നിന്ന് വന്ന താറാവ്. നമുക്ക് കൂടെ നിന്ന് തന്നെ ഇതിന്റെ സവിശേഷതകളും ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിന് തൊട്ടരികെയുള്ളത് പച്ചമുട്ടയിടുന്ന താറാവാണ്. പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെയും കേട്ടിട്ടില്ലേ, അതുപോലെ അമേരിക്കയിൽ നിന്ന് വന്ന താറാവാണ്.
ഇവരുടെ എല്ലാം കെയർ ടേക്കറാണ് നിങ്ങൾ കാണുന്നത്. രാത്രി ആ കാര്യങ്ങളിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഡാഷ് കുട്ടനാണ്. ഡാഷ് എന്ന് പറഞ്ഞത് ഈ പട്ടിയുടെ പേരാണ്. ഡാഷാണ് പട്ടി. അത് വേണ്ട അതില്ലേ. ചിപ്പൂസ് വേറെന്താ അതിന്റെ പേര് വിളിച്ചപ്പോ അത് ഓടി വന്നു സ്നേഹത്തോടെ. പക്ഷെ ചിപ്പൂസ് അത് പേടിച്ചു. ഇനി നമ്മൾ കാണുന്നത് മൊയലിക്കുട്ടന്മാരാണ്. ജർമ്മനിയിൽ നിന്ന് വന്ന മിനി ലോപ്പ് എന്ന് പറഞ്ഞ മുയലാണ്. ഈ മുയലിന്റെ പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ മുയലുകളുടെ ചെവിയൊക്കെ ഇങ്ങനെ മേലേക്കല്ല നിൽക്കുക. ഇവരുടെ ചെവി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴ്ത്തോട്ടാണ് നിൽക്കുക. മാത്രമല്ല ഇവരുടെ ഫേസ് ഒന്ന് നോക്കി, റൗണ്ട് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഒരു പ്രത്യേക ഫേസ് ആണ്. സാധാരണ മുയലിന്റെ ഫേസ് ആയിരിക്കില്ല ഇവറ്റങ്ങൾക്ക്. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മുയലാണത്. ഈ കാണുന്നത് അമേരിക്കൻ മുയലാണ്. അമേരിക്കൻ മുയൽ എന്ന് പറയുമ്പോൾ സിൽക്ക് പോലെ, അല്ലെങ്കിൽ നമ്മളെ ബ്ലാങ്കറ്റ് ഇല്ലേ, ബ്ലാങ്കറ്റ് ഒക്കെയും അതേ ഫീലാണ് നമുക്കിതിനെ ഒഴിയുമ്പോൾ കിട്ടുക. അത്രത്തോളം മിനുസാണ്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് നെതർലാൻഡിൽ നിന്ന് വന്നത്. അങ്ങനെ പല സ്ഥലം, ജർമ്മനി, നെതർലാൻഡ്, അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പലതരം ആനിമൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഗൂസാണ്. ഈ ഗൂസിന് ഒരു പ്രത്യേകതയുണ്ട്. അപൂർവം, അതായത് എപ്പോഴും ഇല്ല, ഇവരുടെ സൗണ്ട് ഈ തവള കരയുന്ന പോലെ അല്ലെങ്കിൽ പോത്തിന്റെ അങ്ങനത്തെ ഒരു തരം സൗണ്ടാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമുക്ക് അങ്ങനെ എപ്പോഴും കേട്ടു എന്ന് വരില്ല. നമ്മളിങ്ങനെ കണ്ട് നീങ്ങുന്ന ടൈമിൽ ഒരു തവണ നമ്മൾ കേട്ടു. പിന്നെ ഇത് ബംഗാൾ പൂച്ചയാണ്, ബംഗാൾ കാറ്റ്. അപ്പൊ ബംഗാൾ കുട്ടന്മാര് മ്യവും മ്യവും എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരാള് നല്ല ഉറക്കമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിൽ നിന്ന് വന്ന പൂച്ചയാണത്. അതായത് എക്സോട്ടിക് ഷോർട്ട് ഹെയർ എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഉറങ്ങുന്നതോട് അതിന്റെ ഫേസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ഗ്രില്ലിന്റെ ഉള്ളിൽ മൊബൈൽ ഇട്ടിട്ടാണ് കാണിക്കണേ. ഉറങ്ങുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഉറങ്ങുന്ന മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത വിഭാഗത്തിലേക്ക് കടന്നു. ഇത് ബ്രിട്ടനിൽ നിന്ന് വന്ന ഷോർട്ട് ഹെയർ ആണ്. നേരത്തെ അമേരിക്കയിൽ നിന്ന് വന്ന ഷോർട്ട് ഹെയർ, ഇത് ബ്രിട്ടനിൽ നിന്ന് വന്നത്. പൂച്ചകളെ നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് ചിപ്പൂസിന് നല്ല ധൈര്യമാണ്. ഇതിനെ ഒഴിയാനും അതിനെ എടുക്കാനൊക്കെ നല്ല ധൈര്യമുണ്ട്. ബാക്കിയുള്ളതിനൊന്നും നമുക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് ചിപ്പൂസ് അധികം തൊടാനായിട്ട് കുറച്ച് പേടിയാണ്, അധികം അടുക്കാറില്ല. ഈ കടന്നു വരുന്നതാണ് നമ്മുടെ താരം, അതായത് ഫിനിക്സ്. ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു പൂച്ചയാണ്. ഈ ഇടം നേടിയ എന്ന് പറയുന്നത് എന്തിനായിരിക്കും എന്നൊരു ചോദ്യം ഉണ്ടാവും. അതായത് നമ്മൾ ഭംഗിയില്ലാത്ത ഒരു ജീവി എന്ന് പറയില്ലേ, അതുപോലെ ഈ പാവം ഭംഗിയില്ലാത്ത പൂച്ച എന്ന പേരിലാണ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയത്. ഫിനിക്സ് എന്നാണ് ഇവന്റെ പേര്. നമ്മുടെ ഈ ഡ്രാഗൺ സിനിമകളിൽ ഉണ്ടാവില്ലേ, ഡ്രാഗൺ വരുന്ന സിനിമകൾ, ഡ്രാഗണിന്റെ അല്ലെങ്കിൽ പ്രേതപടത്തിലൊക്കെയും കാണിക്കുന്ന പൂച്ചകള് ഫിനിക്സ് ആയിരിക്കും. നമ്മൾ ഫിനിക്സ് പക്ഷി എന്നൊക്കെയും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഇനാണ് നമ്മൾ പ്രേതപടത്തിലൊക്കെ വരുന്ന പൂച്ചയുടെ ആ ഒരു അവർ കാണിക്കാറ്. കാണുമ്പോൾ പേടി വരുന്നെങ്കിലും പാവങ്ങളാണ് ഫിനിക്സ് എന്ന് പറയണ ആ ഭംഗിയില്ലാത്ത പൂച്ച. ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗിയുണ്ട്, അതിൻ്റെതായ ഭംഗിയുണ്ട്. ഇതാണ് ശരിക്കുള്ള പേർഷ്യൻ കാറ്റ്. നമ്മൾ പേർഷ്യൻ കാറ്റ് പലതരം ഉണ്ടാവും, പക്ഷെ ഇത് ഒറിജിനലാണ്. ഇത് പേർഷ്യൻ കാറ്റിൻ്റെ ഒരു രൂപമാണ്, ഒരു മൾട്ടി കളറായിരിക്കും അതിൻ്റെ പ്രത്യേകത. ഈ കാണുന്നതാണ് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ പൂച്ച. കാണുമ്പോൾ ഒരു സിംഹത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടാവും. ബ്ലാക്ക്. അവിടെ വേറെ ഒരു പൂച്ച കൂടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കാണിക്കാനായിട്ട് അത് എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് കാണിക്കാൻ പറ്റുക. അപ്പം ഈ പൂച്ച നിങ്ങൾ മറക്കണ്ട,
വേൾഡിൽ തന്നെ ഏറ്റവും വലിയ പൂച്ചയാണ്. അതിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ഗർഭിണിയാണ് ആ പൂച്ച. അതുകൊണ്ട് അതിനെ നമ്മൾ അധികം ശല്യപ്പെടുത്താണ്ട് നിന്നു. കാരണം നമ്മൾ എടുക്കാനോ ഒന്നിനും നമ്മൾ പോയില്ല. അതും ഒരു ജീവി തന്നെയല്ലേ. അപ്പം നമ്മൾ അതിനങ്ങനെ വിട്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റെഡ് ഹാൻഡ് ടാമറിൻ. ഇതൊരു പ്രത്യേക, ഇതിനെ പറഞ്ഞു തരാൻ ആയിട്ട് എനിക്ക് അറിയില്ല. കുരങ്ങൻ്റെ പോലെയൊക്കെ ചാടി കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫേസ് ഞാൻ സൂം ചെയ്യാനായിട്ട് കുറേ പാടുപെട്ടു. പക്ഷെ നിങ്ങൾക്ക് കാണാം, ഞാൻ മാക്സിമം സൂം ചെയ്ത് ഇതിൻ്റെ അടുത്തേക്ക് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയായിരിക്കും എന്നത്. കുരങ്ങൻ്റെ പോലെയൊക്കെ ഗോഷ്ടിക്കുന്നുണ്ട്. കുരങ്ങൻ തന്നെയാവും, പക്ഷെ വ്യത്യസ്തമായ ജീവജാലങ്ങളാണ്. നമ്മുടെ ഇവിടെ കാണുന്ന തരമല്ല ഇതൊന്നും. എല്ലാം പുറമെന്ന് വന്നതാണ്. സാധാരണ ഈ സൂ മ്യൂസിയം ഇവിടെയുള്ള പോലെ നമുക്ക് ഗ്യാപ്പൊന്നുമില്ല. നമുക്ക് ഏറ്റവും അടുത്ത് തലോടാൻ പറ്റുന്ന, അതായത് നമ്മൾ ആക്രമിക്കില്ല എന്ന് തോന്നുന്ന ഇനങ്ങളോട് നമുക്ക് ഇടപഴകാനായിട്ട് സാധ്യമാണ്. ഇത് സിലിക്കൺ കോഴികളാണ്. ഈ കളറുകളൊക്കെയും കാണുമ്പോൾ ക്യൂട്ടാല്ലേ. പക്ഷേ ഇതിന് ശരിക്കുള്ള കളർ വെള്ളയാണ്. ഇതിൽ കളറ് മുക്കുന്നതാണ് അതിൻ്റെതായ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്കിന്ന്, അതായത് മേൽവശം നോക്കുകയാണെങ്കിൽ സിലിക്കിൻ്റെ പോലെയാണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് സിലിക്കൺ ബേർഡ് എന്ന് പേര് വന്നത്. സിലിക്കൺ കോഴി. ഇപ്പം ചിപ്പൂസിൻ്റെ 2 കൈലിക്കും വെച്ച് കൊടുത്ത് ചിപ്പൂസ് അതിനും പിടിച്ച് നിൽക്കുകയാണ്. ചിപ്പൂസിന് ഇപ്പോൾ കുറച്ച് വെയിറ്റ് കൂടി ഉണ്ടാവും. കാരണം കുറേ പേരായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഫ്രണ്ട്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ തേളാണ്, കരിന്തേള്. ഇത് നമ്മൾ പറയല്ലേ 8 കാലി. പക്ഷെ ഈ 8 കാലിക്ക് എലിക്കുട്ടി, എലീനൊക്കെ കഴിക്കുന്ന തരം 8 കാലി ആട്ടോ. കാണുന്ന പോലെയല്ല. ഇതുപോലത്തെ ഒരു 8 കാലി ചെറിയത് ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വലിയ രൂപമാണ്. ചിലപ്പോൾ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ 8 കാലിക്ക് എലീനെ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത് പാമ്പാണ്, മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക്. ഹെഡ്ജ് ഹോഗ്, അതായത് നമ്മുടെ നാട്ടിൽ മുള്ളംപന്നി. ഇത് നമ്മുടെ നാട്ടിലെ മുള്ളംപന്നിയല്ല, ഇത് പുറമേ ഉള്ള മുള്ളംപന്നിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുള്ളംപന്നിയുടെ മുള്ളുകൾക്ക് നല്ല മൂർച്ചയുണ്ടാവും. പക്ഷെ ഇത് കൂർത്തിട്ടാണ് നിൽക്കുക. പക്ഷേ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ വൈക്കോലൊക്കില്ല അതുപോലത്തെ ഒരു ഇത് നല്ല നമുക്ക് എടുക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല ക്യൂട്ടായിട്ട് തോന്നും. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ വലുപ്പമൊന്നും അധികം വരില്ല. അങ്ങനെ എൻ്റെ കയ്യിലേക്കും ചിപ്പൂസ് വെച്ച് തന്നു. കാരണം ഞാൻ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നിനും എടുക്കണില്ല. അപ്പം ചിപ്പൂസിനെ ട്രൈ ചെയ്യാൻ വേണ്ടി, എനിക്ക് പേടിയുണ്ടോയെന്ന് ചിപ്പൂസിനെ അറിയണമല്ലോ, അതുകൊണ്ട് ചിപ്പൂസ് എൻ്റെ കയ്യിലേക്കും വെച്ച് തന്നു. അങ്ങനെ ഞാനും പിടിച്ച് ക്യാമറയ്ക്ക് മുന്നിലേക്കും പോസ് ചെയ്തു. ആദ്യം പിടിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട് കേട്ടാ. പക്ഷേ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ധൈര്യമായി, കാരണം സംഭവം കുഴപ്പമില്ല. പിന്നെ ഇത് ഗിനിപ്പന്നിയാണ്. പക്ഷേ ഇവർ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഗിനിപ്പന്നികൾ പന്നിക്കുട്ടിയാണ്, പന്നിക്കുട്ടി. എല്ലാവരും നല്ല ഉറക്ക വിശ്രമത്തിലാണ്. ചിലപ്പോൾ ഇവിടുത്തെ ചൂടൊന്നും പറ്റാണ്ട് നമുക്ക് തന്നെ പറ്റണില്ല, പിന്നെയാണ് ഈ ജീവജാലങ്ങൾക്ക് അല്ലേ. ഇത് ഓന്ത്, ബിയർഡഡ് ഡ്രാഗൺ. ഇത് നമ്മുടെ അണ്ണാൻ, അതായത് പറക്കും അണ്ണാൻ. വവ്വാലിന്റെ പോലെ ഉണ്ട് അല്ലേ.
ഇപ്പം ഈ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പറന്നിട്ട് അവിടേക്ക് ചാടിപ്പോവും. കണ്ടില്ലേ? ഇതിനുള്ളിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് അണ്ണാൻ്റെ ആ രൂപം മനസ്സിലാവുക. പക്ഷെ കയ്യിലെടുത്ത് കഴിയുമ്പോൾ വവ്വാലിൻ്റെ പോലെയാണ് അതിൻ്റെ ചിറകൊക്കെ നിൽക്കുക. അപ്പോൾ നമുക്ക് ഗൈഡ് നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഗൈഡ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി വളരെ അടുത്ത് തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇത് അടുത്തൊരു മടിയൻ അണ്ണാനാണ്. അതായത് 20 മണിക്കൂർ, ഒരു ദിവസം 20 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ആ കിടപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു മടിയാണെന്നറിയോ ഈ അണ്ണാനെ. 20 മണിക്കൂർ ഉറങ്ങാന്ന് പറയുമ്പോൾ ആഹാ, ഇത് കാണുമ്പോൾ നമുക്കും കിടക്കാനൊക്കെ തോന്നും അല്ലേ. പിന്നെ ഇത് പാമ്പ് കുട്ടനാണ്. പാമ്പിന് പിന്നെ ഞാൻ പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. ഇത് ഓന്ത്, അങ്ങനത്തെ കുറച്ച് വിഭാഗം. കരീബിയൻ ഐലൻഡിൽ നിന്ന് വന്ന മറ്റൊരു ഓന്ത്. ഞാൻ ഓന്ത് നോക്കി പറയുകയാണെങ്കിലും ആ ഇനത്തിൽ പെട്ടത് കേട്ടാണ് നിങ്ങൾ. ഈ കാണുന്നത് ഹാംസ്റ്റർ തന്നെയല്ലേ? അതെ, ഹാംസ്റ്റർ ആണ്. ഹാംസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമുക്ക് ഇങ്ങനെ ഈ ചക്രം പോലെ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെയും കാണാൻ പറ്റും. ചക്രം പോലെ കറങ്ങി കറങ്ങി നിൽക്കും. ഈ കാണുന്നത് ചെറിയൊരു എലിയാണ്. അതായത് ഈ നമ്മുടെ പാമ്പുകൾക്കൊക്കെ തേറ്റിയായിട്ട് വരുന്ന എലിക്കുട്ടികളാണ്. അപ്പൊ അവളിവിടേക്ക് ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലായിടത്തും സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് കാണാം. ബ്രിട്ടനിൽ നിന്നാണ് ഈ എലിയുടെ ഉത്ഭവം. അപ്പൊ അവിടെ പാമ്പുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്ന തരം ഇതാണ്. പിന്നെ ഇത് ഗിനിപ്പന്നി അല്ല, ഇത് വേറെ ഇനം അണ്ണാനാണ്. ഓന്ത്. അങ്ങനെ ഓന്തിനെ നമ്മുടെ കയ്യിലേക്ക് വെച്ചു. അപ്പോൾ ഓന്തിന് വെക്കാനുള്ള ധൈര്യം വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പേരെ കയ്യിലേക്ക് എന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ ഇതുകൊണ്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് തീരുന്നില്ല. ഈ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഈ വീഡിയോ നിർത്താണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാണാം. ഇനി വെറൈറ്റി ഐറ്റംസ് ഇനി വരാൻ പോവാണ്.